അടുത്ത നമ്മൾ പരിശോധിക്കുന്ന ജില്ല ഇടുക്കിയാണ്. ഇടുക്കിയിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലെ 2021 ചരിത്രം എന്താണെന്ന് നോക്കിയതിനു ശേഷം നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിക്കുമെന്നത് പരിശോധിക്കാം. 2021 ചിത്രം എന്താണ്? LDF 4 UDF 1. അതെ, LDF 4 UDF 1 എന്ന ചിത്രം മാറുമോ എന്നുള്ളതാണ്. ഒരൊറ്റ മണ്ഡലം മാത്രമാണ് UDFന് പോയ തിരഞ്ഞെടുപ്പ് കാലത്ത് അവിടെ നിന്ന് സ്വന്തമാക്കാൻ കഴിഞ്ഞത്. ഒരേ ഒരു മണ്ഡലമാണ്. ഇത്തവണ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് പീരുമേട് തുടങ്ങാം അല്ലെ? പീരുമേട് തുടങ്ങാം. പീരുമേട് LDFലെ K സലീംകുമാറും UDFലെ സിറിയക് തോമസും NDAയിലെ V രതീഷുമാണ് സ്ഥാനാർത്ഥികൾ. ഈ സിറിയക് തോമസ് കഴിഞ്ഞ തവണയും അവിടെ നിന്ന് മത്സരിച്ച ആളാണ്. വാഴൂർ സോമനോട് പരാജയപ്പെടുകയായിരുന്നു. വാഴൂർ സോമൻ ഇപ്പോൾ നമ്മളുടെ ഇടയിൽ ഇല്ല. അദ്ദേഹം ഓർമ്മയായി പോയതിനു ശേഷമുള്ള തിരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. വാഴൂർ സോമനോളം അത്രയും സ്വീകാര്യനാണോ ഇപ്പോൾ LDFന്റെ സ്ഥാനാർത്ഥിയായി വന്നിരിക്കുന്ന K സലീംകുമാർ എന്നതാണ്. VS അച്യുതാനന്ദന്റെ കാലത്ത് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോഴാണല്ലോ ഇടുക്കിയിലെ കുടിയൊഴിപ്പിക്കൽ, മറ്റേത് അനധികൃത കുടിയേറ്റങ്ങൾ ഒഴിപ്പിക്കാനുള്ള നീക്കം, അന്നൊക്കെ തീപ്പൊരിയായിരുന്ന ബിജിമോളുടെയൊക്കെ മണ്ഡലമാണിത്. അതെ, നിരവധി എസ്റ്റേറ്റുകളുള്ള സ്ഥലമാണ് കേട്ടോ. അത് അവിടെ അവിടെ നമുക്ക് ഈ 4 വീലർ ജീപ്പുമായിട്ട് വാഴൂർ സോമൻ പോകുന്ന ഒരു മണ്ഡലമാണ്. അദ്ദേഹം അവിടെ നിന്ന് തിരുവനന്തപുരം നിയമസഭയിലേക്ക് അതേ ജീപ്പിൽ വരുമായിരുന്നു. അതും ഒരു കൗതുക കാഴ്ചയായിരുന്നു. മറ്റുള്ളവരെല്ലാം കൊടിവെച്ച കാറിലൊക്കെ വരുമ്പോൾ നിയമസഭയിലേക്ക് കഴിഞ്ഞ 4 തെരഞ്ഞെടുപ്പുകളിലും കഴിഞ്ഞ 4 നിയമസഭാ തെരഞ്ഞെടുപ്പിലും LDFനൊപ്പമാണ് പീരുമേട് നിന്നിട്ടുള്ളത്. അല്ലല്ല, തോട്ടത്തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ള സ്ഥലമാണ്. മാത്രമല്ല അവിടുത്തെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക, അവിടെ സംബന്ധിച്ചിടത്തോളം നെക്കാണ്. കഴിഞ്ഞ പ്രാവശ്യം 21 വലിയ ട്രെൻഡുള്ള സമയത്ത് തന്നെ 1800 വോട്ട് ലീഡ് മാത്രമേ വാഴൂ. 2011 EM അഗസ്തിയെ പരാജയപ്പെടുത്തി ES ബിജിമോൾ വിജയിച്ചു. 2016 വിജയം ആവർത്തിച്ചു. 2021 ഈ രണ്ടാമത്തെ തവണ ബിജിമോൾ മത്സരിച്ച് ജയിച്ചപ്പോഴത്തെ മാർജിൻ എത്രയെന്നറിയാമോ? 300-ൽ പരം വോട്ടുകൾ മാത്രമാണ്. അതൊരു കോൺഗ്രസ് ആണോ LDF ആണോ എന്ന് പറയാൻ പറ്റാത്ത മണ്ഡലമാണ്. മണ്ഡലത്തിന്റെ സ്വഭാവം ഒരു കോൺഗ്രസ് സ്വഭാവമുള്ള മണ്ഡലമാണ്. അവിടെ UDFന് ശക്തമായ സാന്നിധ്യമുണ്ട്. അത് ഈ പറഞ്ഞ ഈ 9 പഞ്ചായത്തുകളിൽ 3 മാത്രമാണ് ഇടതുമുന്നണിക്ക് ഭരണത്തിനെത്താൻ. അവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 5435 വോട്ടിന്റെ ലീഡ് UDFനുണ്ട്. തൊഴിലാളി പ്രസ്ഥാനങ്ങളെ പാർട്ടി ചേർത്ത് നിർത്തുന്ന മണ്ഡലമാണ്. UDFനും വലിയ വേരുകളുള്ള ഇടമാണ്. 1835 വോട്ടിന്റെ മാത്രം മാർജിൻ കഴിഞ്ഞ തവണ സ്വന്തമാക്കിയ മണ്ഡലം ഇക്കുറി ആരോടൊപ്പം നിൽക്കും? മാത്രമല്ല കഴിഞ്ഞ പല തവണയായി തുടർച്ചയായി പരാജയം ഏറ്റുവാങ്ങിയ ആളാണ് കേട്ടോ സിറിയക് തോമസ്. ഇത്തവണയും ഭാഗ്യപരീക്ഷ നടത്തുമ്പോൾ എന്താണ് സിറിയക് തോമസിനോട് പീരുമേട് ചെയ്യുക എന്ന് നോക്കാം. ട്രെൻഡ് വരട്ടെ. UDF ജയിക്കും. അതെ, അപ്പോൾ പീരുമേട്ടിലൊരു അവസാന ഭാഗ്യപരീക്ഷ അദ്ദേഹത്തെ തുടയ്ക്കും പീരുമേട് എന്നാണ്. ഹൈ റേഞ്ചിൽ നിന്ന് ഒരു മണ്ഡലം UDFന്റെ UDF അനുകൂലമായിട്ട് ചെറിയ ട്രെൻഡ് ഉണ്ടെങ്കിൽ കൂടെ UDFിലേക്ക് വരുന്ന ഒരു മണ്ഡലമാണ് അത്. UDFിന് കിട്ടുന്ന മണ്ഡലങ്ങളെല്ലാം ചെറിയ ട്രെൻഡെങ്കിലും ഉള്ളെങ്കിൽ അതാണ് UDF നടക്കുന്ന കാര്യമാണല്ലോ പറയുന്നത്. ശരി, ഓക്കെ. ഇടുക്കിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്ന ഒരുപാട് തൊഴിലാളികളുള്ള സ്ഥലമാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഇടതുപക്ഷ പാർട്ടികൾക്കൊക്കെ നല്ല ഭാഷാ സവിശേഷതകളുള്ള മണ്ഡലമാണ്. ഭാഷാ ന്യൂനപക്ഷങ്ങളുള്ള മണ്ഡലമാണ്. വോട്ടിനെ വലിയ തോതിൽ ഒക്കെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. നാടിനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗങ്ങളുണ്ട്. അല്ല, ഈ തോട്ടം തൊഴിലാളി മേഖലയിൽ UDFന് സ്വാധീനമുള്ള വളരെ കുറച്ച് സ്ഥലങ്ങളേ ഉള്ളൂ തൊഴിലാളികളുമായിട്ട് ബന്ധപ്പെട്ട്. അതിലൊരു മണ്ഡലമാണ് എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് ദേവികുളത്തേക്ക് പോകാം. ദേവികുളം വലിയ കൗതുകങ്ങൾ കഴിഞ്ഞ ഒരു 5 വർഷത്തിനിടയ്ക്ക് രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥകളൊക്കെ കാഴ്ചവെച്ച മണ്ഡലമാണ് ദേവികുളം എന്നത് നമ്മൾ മറന്നു പോകരുത്. സുപ്രീം കോടതി വരെ പോയ നിയമ പോരാട്ടമാണ്. 3 രാജമാർ മത്സരിക്കുകയാണ് മണ്ഡലത്തിൽ. രാജാക്കന്മാരുടെ പോരാട്ടമാണ്. രാജപോരാട്ടമാണ്. അപ്പോൾ LDFന്റെ A രാജയും UDFന്റെ F രാജയും NDAയുടെ S രാജേന്ദ്രനുമാണ്. സംഭാവനയാണ് അല്ലെ? CPM-ൽ നിന്ന് പുറത്താക്കിയതാണ്. പുറത്താകാൻ നേരത്തെ തന്നെ പുറത്താകാനുള്ള സംവിധാനം അദ്ദേഹം അകത്തു നിന്ന് ഒരുക്കിയിരുന്നു. അകത്തു നിന്നുകൊണ്ട് നടത്തിയ പ്രതികരണം നമ്മുടെ മുന്നിലുണ്ട്. ഇത് BJP ആയിട്ട് ഒരു ബന്ധമില്ല. പുറത്തേക്ക് ഇറങ്ങിയതിനു ശേഷമാണ് പാർട്ടിയിലേക്ക് പോകുന്നതും പുറത്താക്കുന്നതും രണ്ടല്ല. അങ്ങനെയാണ് ചെയ്യുക. പുറത്തിറങ്ങാൻ തീരുമാനിച്ച രാജേന്ദ്രൻ നേരത്തെ തന്നെ CPM-ന്റെ ചട്ടക്കൂടിലോ പ്രത്യയശാസ്ത്ര ബോധത്തിലോ നിൽക്കുന്ന ഒരാളൊന്നും അല്ല. വോട്ട് പിടിക്കാൻ പറ്റുന്ന ആളെന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ യോഗ്യത. അത് ഇന്ത്യയിലേക്ക് പോകുമ്പോൾ അവിടെ പക്ഷേ ഇന്ത്യക്ക് പ്രത്യേകിച്ച് വലിയ സംഭാവനകളൊന്നും നൽകാനില്ല എന്നുള്ളതാണ്. ഇന്ത്യയുടെ വോട്ട് ശതമാനം 4%. 4% ഇന്ത്യയുടെ വോട്ട്. ജയസാധ്യത നോക്കാം. വോട്ടുള്ള ഒരു രാജ ജയിക്കുന്നു. ദേവികുളത്തിന്റെ പ്രിയങ്കരനായ A രാജ വളരെ സൗമ്യനായ ആളാണ് കേട്ടോ. വളരെ സൗമ്യനായ നല്ല MLA ആണ്. ഈ തവണയെങ്കിലും അദ്ദേഹത്തിന് മനസ്സമാധാനത്തോട് കൂടിയിട്ട് എന്നൊരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലീഡ് UDFനാണ് കേട്ടോ.
ദേവികുളത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 3032 വോട്ടിന്റെ ലീഡ് UDF അല്ല, അവിടെ ഒരു MLA ഇല്ല, ട്രെൻഡ് മാറി. വളരെ ജനകീയനായ ഒരു MLA ആണ്. സുപ്രീം കോടതി വരെ കേസ് കളിച്ചെങ്കിലും അദ്ദേഹം ശരിക്കും പറഞ്ഞ കേസ് വന്നുകൊണ്ടാണ് പുള്ളി കേരളം അറിയപ്പെട്ടത് കേട്ടോ. തീർച്ചയായും അല്ലെങ്കിൽ അങ്ങനെ പണ്ടല്ലോ അറിയപ്പെടുന്നില്ല. അറിയപ്പെടുന്നതാണ്. ശരി, അപ്പോൾ ദേവികുളത്ത് A. രാജ ഉറപ്പിക്കുകയാണ്.